കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ബുധനാഴ്ച. പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകൾ ചൊവ്വാഴ്ച വൈകുന്നേരം കുറ്റിപ്പുറത്ത് പ്രകടനം നടത്തി. രാജ്യത്തെ വിവിധ മേഖലകളിലെ 25 കോടി തൊഴിലാളികൾ നാളെ പണിമുടക്കും. സംയുക്ത തൊഴിലാളി പണിമുടക്ക് ഭാരതബന്ദിന് സമാനമാകുമെന്ന് സമരക്കാർ പറയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ പ്രവർത്തിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. വിവിധ അധ്യാപക സംഘടനകളും പണിമുടക്കിന് ഭാഗമാകുമെന്ന് അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുറ്റിപ്പുറത്ത് UDTF സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്ക് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ സ്വാഗതം പറഞ്ഞു. തെക്കഞ്ചേരി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. പ്രതിഷേധ പ്രകടനം പാറക്കൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. പണിമുടക്ക് ഒരു ബന്ദ് രാജ്യം കണ്ടിട്ട് അനിവാര്യമായി തീരുകയാണ്. ഒരു ദേശീയ പണിമുടക്ക് ഈ രാജ്യത്ത് അനിവാര്യതയായി മാറിയതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ മമ്മൂട്ടിയൊക്കെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഭരണം ഏതാനും കുറച്ച് വ്യക്തികൾക്ക്, കോർപ്പറേറ്റ് തൻ്റെ സുഹൃത്തുക്കളായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിനകത്തുള്ള ഏതാനും ആളുകളിൽ ഈ രാജ്യത്തെ മുഴുവൻ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് പോകുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഇല്ലാതായി തീരുന്നത്. അതിൻ്റെ ഫലമാണ് ആളുകൾക്ക് തൊഴിലില്ല, കച്ചവടമില്ല, നാണ്യവിളകൾക്ക് വിലയില്ല, കൃഷികൾ നശിക്കുന്ന നഷ്ടപരിഹാരമില്ല, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളില്ല, സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കൊടുക്കുന്നില്ല. ഇങ്ങനെ ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഒരു സർക്കാർ പോകുന്നത്. ഒരു ജനകീയ സർക്കാർ ഈ ജനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതേസമയം ഈ രാജ്യത്തിൻ്റെ വ്യവസായങ്ങളും മറ്റു ഉൽപാദന കേന്ദ്രങ്ങളും ഒക്കെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദാനി അംബാനിമാരുടെ കൈകളിലാണ് ഈ രാജ്യം എന്നുള്ളത്. അതിനെതിരെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം എല്ലാ വിഭാഗം ആളുകളും, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കച്ചവടക്കാർ, എല്ലാ വിഭാഗം ആളുകളും നാളത്തെ പണിമുടക്കിൽ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട്, ഒരേ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് നാളെ സഹകരിക്കാത്തത്. അത് ഈ മോഡി ഭരണത്തിന് അനുകൂലിക്കുന്ന സംഘടന മാത്രമാണ് നാളത്തെ പണിമുടക്കിന് ഈ രാജ്യത്തു നിന്ന് വിട്ടുനിൽക്കുന്നത്. KP അസീസ്, TK ഇസ്മായിൽ, ബഷീർ, മനോജ് പാരശ്നൂർ, പ്രവീൺ പാഴൂർ എന്നിവർ സംസാരിച്ചു. CITU, NCP, NGO, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, CITU സംഘടനകളുടെ പ്രതിഷേധ പ്രകടനത്തിന് K രാമദാസ് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. നാളെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള പണിമുടക്ക് നാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പണിമുടക്ക് മെയ് 20-ാം തീയതിയാണ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന PMS ഒഴിച്ചുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ആ പണിമുടക്കിൽ പങ്കെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതാണ്. തൊഴിലാളി സംഘടനകൾ മാത്രമല്ല, കൃഷിക്കാരൻ, കർഷക തൊഴിലാളികൾ, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ, സാധാരണക്കാരായ പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം ആളുകളാണ് ഈ പണിമുടക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ കാശ്മീരിൽ 26 ഇന്ത്യക്കാരായ പാവപ്പെട്ട ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. ആ സാഹചര്യത്തിൽ നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കൂടിയാലോചിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് നേരെ നടന്ന കടന്നാക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പണിമുടക്ക് ജൂലൈ 9-ാം തീയതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ ഇതുവരെ നാം പണിമുടക്ക് മാറ്റാൻ പോലും തയ്യാറായിട്ടും ഇതുവരെ ഇന്ത്യ ഗവൺമെന്റിന് ഒരു തീവ്രവാദിയെപ്പോലും അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയും യാഥാർത്ഥ്യവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. സംയുക്തമായി പ്രഖ്യാപിച്ച പണിമുടക്ക് കേരളത്തിൽ INTUC, STU തുടങ്ങിയ സംഘടനകൾ, IV രതീഷ്, TM മുത്തുണ്ണി, നാസർ കൊറ്റാരത്ത്, VK സുനിൽകുമാർ, AK റഷീദ്, EP സൈനുദ്ദീൻ, KP ഗോപാലൻ, രാമചന്ദ്രൻ എന്നിവർ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം.